അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, പരിശുദ്ധമായ മദീനയിൽ നാം ജീവിക്കുന്ന ഓരോ സെക്കൻഡുകളും അല്ലാഹു തആല അവൻ്റെ പൊരുത്തത്തിലാക്കി തെരുമാറാവട്ടെ. എന്തെങ്കിലും അദബുകേടുകളോ തെറ്റുകുറ്റങ്ങളോ നമ്മിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല പുറത്തു തെരുമാറാവട്ടെ. ആമീൻ. നമ്മളിപ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയത് വെയിലിന് മുമ്പ് ഈ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട ചരിത്രങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇവിടെ മദീനയിൽ പ്രധാനപ്പെട്ട ചരിത്രങ്ങളുള്ള സ്ഥലത്തൊക്കെ ഓരോ പള്ളികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പഴയ പള്ളികളുണ്ട്. ഇതൊരു പള്ളിയാണ്. നമ്മൾ ചിന്തിക്കും, ഞാൻ മക്കയിൽ നിന്ന് പറഞ്ഞതുപോലെ ഇവിടെ മസ്ജിദുൻ നബവി വലിയ പള്ളി ഇവിടെ ഉണ്ട്. എല്ലാവരും ജമാഅത്തിന് അങ്ങോട്ടാണ് പോകുന്നത്, നിസ്കരിക്കാൻ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെയാണ് ലക്ഷങ്ങളെ പ്രതിഫലമുള്ളത്. പക്ഷേ ഇവിടെയൊക്കെ ചുറ്റുപാടുണ്ട് അടുത്തടുത്തടുത്ത് പള്ളികൾ. ഇതൊക്കെ ഓരോ ചരിത്രങ്ങളാണ്. അത് ചരിത്രം ലോകാവസാനം വരെ അത് നിലനിൽക്കണം, അത് മോമിനീങ്ങളുടെ മനസ്സിലുണ്ടാവണം എന്ന് കരുതിയാണ് ഈ പള്ളികളൊക്കെ ഉണ്ടാക്കി വെച്ചത്. ഈ പള്ളിയുടെ പേര് മസ്ജിദുൽ ഗമാമ എന്നാണ്. മസ്ജിദുൽ ഗമാമ. ഗമാമ എന്ന് പറഞ്ഞാൽ കാർമേഘം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിന് 4 ചരിത്രങ്ങൾ ഈ പള്ളിക്കുണ്ട്. ഒന്ന്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഴയെ തേടുന്ന നിസ്കാരം. മഴയില്ലാതെ വല്ലാതെ വിഷമിച്ചപ്പോൾ അതിപ്പോഴും മഴയില്ലെങ്കിൽ മഴയെ തേടുന്ന നിസ്കാരം നടത്താറുണ്ട്. മഴയെ തേടുന്ന നിസ്കാരം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ വെച്ച് നടത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നിസ്കാരം നടത്തി ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കാർമേഘം മൂടി ആ ഖുതുബയിൽ തന്നെ നല്ല മഴ വർഷിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടി രോമങ്ങളിലൂടെ മഴവെള്ളം ഇങ്ങി താഴോട്ടേക്ക് വന്നതായിട്ട് ചരിത്രത്തിൻ്റെ കിതാബുകളിൽ കാണാം. ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് മസ്ജിദുൽ ഗമാമ എന്ന് പറയുന്നത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശക്തമായ ഒരു ചൂടിൽ നല്ല വെയിലാണ്. ആ സമയത്തൊരു കാർമേഘം തണലിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ പണ്ടേ മദ്രസയിലൊക്കെ പഠിച്ചില്ലേ. ആ കാർമേഘം തണലിട്ട് കൊടുത്ത സ്ഥലമാണ്. അതുകൊണ്ടാണ് മസ്ജിദുൽ ഗമാമ എന്ന് പറയുന്നത്. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് ഈ സ്ഥലം. അതുകൊണ്ടാണ് മസ്ജിദുൽ ഗമാമ എന്ന പേരിൽ ഒരു പള്ളി ഇവിടെ നിർമ്മിച്ചത്. രണ്ടാമത്തത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിലെ അവസാനത്തെ ചെറിയ പെരുന്നാൾ നിസ്കാരം നടത്തിയത് ഇവിടെ വെച്ചാണ്. അവസാനത്തെ ചെറിയ പെരുന്നാൾ നിസ്കാരം നടത്തിയത് ഈ സ്ഥലത്ത് വെച്ചാണ്. മറ്റൊന്ന്, ഹബശ രാജാവ്